ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് റമദാനിൽ എൻ്റെ ഒരു ദിവസം കാണാം. ഇന്ന് ഇടയത്താഴം കുടിക്കാൻ മാത്രം 4 മണിക്കാണ് എണീറ്റപ്പോൾ തന്നെ ഉമ്മയെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ. സുബഹം നിസ്കരിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങിട്ടാ. പിന്നെ ഞാൻ എണീറ്റത് 1 മണിയായപ്പോഴാണ് ഗൈസ്. ഞെട്ടിയില്ലേ ഞാനും. പിന്നെ വേഗം കുളിച്ച് നമസ്കരിച്ച് ഖുർആൻ ഓതാനിരുന്നു. അസ്ര നമസ്കരിച്ച് എന്നിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിട്ടാ. അങ്ങനെയെങ്കിലും ഒന്ന് മേലെ ഇറങ്ങാൻ വേണ്ടി. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് നോമ്പിന്റെ ടൈമിൽ ഒന്നും ചെയ്യാതിരുന്ന ഭയങ്കര ക്ഷീണം തോന്നിക്കുള്ളൂ. അന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ക്ഷീണം തോന്നിക്കില്ല. അപ്പോൾ ഒരു 5 മണിയായപ്പോൾ കിച്ചണിൽ കയറി ഉമ്മയെ സഹായിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങൾ ഇടയത്താഴം കഴിച്ച പിന്നെ കിച്ചണിലേക്ക് കയറൂലട്ടാ. ഞങ്ങള് മീൻസ് ഞാനും എൻ്റെ ഇത്താത്തമാരും. ബട്ട് ഉമ്മി ഓരോ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി കയറൂട്ടാ. ഞങ്ങള് പിന്നെ കയറണത് ഒരു വൈകുന്നേരം 5 മണിക്ക് ആകുമ്പോഴാട്ടാ. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇന്ന് സമൂസയും കട്ട്ലേറ്റും ഉന്നക്കൊക്കെ ഉണ്ടായിരുന്നട്ടാ. ഇന്നത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അപ്പം മട്ടൻ കറിയാണ്. പണ്ട് കൊറോണയുടെ ടൈമിലൊക്കെ ഞങ്ങൾ എല്ലാ പൊടിപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവായിരുന്നട്ടാ. ബട്ട് ഇപ്പൊ എല്ലാ കടികളും കടയിൽ നിന്ന് വാങ്ങാം. നോമ്പ് തുറക്കാനുള്ള സമയം അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷം, അതൊരു പ്രത്യേക രസമാണ് ട്ടാ. ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നെ അങ്ങോട്ട് ഒരു അറ്റാക്ക് ആയിരിക്കും. ആദ്യം മുതൽ ഞാൻ എന്താ കഴിക്കണെന്ന് പറഞ്ഞാലാട്ടാ. ഫസ്റ്റ് ആണ് ഞാൻ ഈത്തപ്പഴം വെള്ളാട്ട കുടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചായയിലേക്കും കടികളിലേക്കും. ആദ്യം സമൂസ, പിന്നെ കട്ട്ലേറ്റ്. അപ്പത്തേക്കും നമ്മുടെ വയറ് നിറഞ്ഞാണായിട്ടാ. ബട്ട് വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതിരിക്കരുത്. വീണ്ടും കണ്ടില്ലേ ചാഞ്ഞിരുന്നൊക്കെ കഴിക്കണം. ലാസ്റ്റ് ആണ് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഇത്രയും കഴിച്ചിട്ട് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്ന തറാവിയൊക്കെ നമസ്കരിച്ചിട്ടാ. പിന്നെ ഞങ്ങൾ കുറച്ചിട്ട് മുൻവശത്തൊക്കെ വന്നിരുന്നു. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് നമസ്കാരമൊക്കെ കേൾക്കാൻ പറ്റൂട്ടാ. അപ്പം മട്ടൻ കറിയൊക്കെ കഴിച്ചോട്ടാ. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ബൈ.